എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ആദ്യം ഭാരതത്തിൻ്റെ പുതുവത്സരത്തിൻ്റെ ഈ സുദിനത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും ആശംസകൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലിയുഗം ആരംഭിച്ചിട്ട് ഇന്ന് 5126 വർഷം പൂർത്തിയായി 5127 കടക്കുന്നു. യുഗപ്പിറവി, ഉഗാദി, യുഗാദി എന്തു വേണമെങ്കിലും പറയാം. ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭാരതത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമായ പഥങ്ങളിലേക്ക്, കൈകളിലേക്ക് എത്തിച്ച മഹാപ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ RSSൻ്റെ പ്രഥമ സർസംഘചാലകും സ്ഥാപകനുമായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയുടെ സർവാദരണീയനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയുടെ ജന്മദിനം കൂടിയാണ്. ഉഗാദിക്കാണ് ആ യുഗപുരുഷൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുഗപുരുഷനാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 1/4 നൂറ്റാണ്ട് മുമ്പ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മൂല്യച്യുതിയെ മുൻകൂട്ടി കണ്ട്, സ്വജനപക്ഷപാതത്തെ മുൻകൂട്ടി കണ്ട്, അധികാര ദുർവിനിയോഗത്തെ മുൻകൂട്ടി കണ്ട്, കുടുംബ ഭരണത്തെ മുൻകൂട്ടി കണ്ട്, ഭാരതത്തിൻ്റെ മൂല്യങ്ങളുടെ നാശങ്ങളെ മുൻകൂട്ടി കണ്ട് അതിന് പ്രതിവിധി കണ്ടെത്തിയ ഒരു വൈദ്യശാസ്ത്ര വിശാരദൻ കൂടിയാണ് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർജി എന്ന ആ യുഗപുരുഷൻ. അദ്ദേഹം കണ്ടെത്തിയ ആ വാക്സിനേഷനാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നത്. ഇന്ന് ഭാരതത്തെ അരോഗദൃഢഗാത്രയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇന്ന് ഭാരതത്തെ ലോകത്തിൻ്റെ ഗുരുവാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നിമിഷത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും ഉഗാദിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കാലം മാറ്റിമറിക്കുമ്പോൾ ഉഗാദി ആയിരിക്കും എന്നും സ്മരിക്കപ്പെടുന്നത്. അടുത്ത യുഗത്തിൽ, അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ടെത്തുമ്പോഴേക്കും ഉഗാദിയാവണം ലോകത്തിൻ്റെ തന്നെ പുതുവർഷം. കാരണം കാലഗണന ഭാരതത്തിൻ്റെ സംഭാവനയാണ്. നമുക്കറിയാം, കാലഗണനയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഓരോ യുഗത്തെക്കുറിച്ചും പ്രത്യേകമായ വിശദീകരണങ്ങൾ ഭാഗവതവും മഹത് ഗ്രന്ഥങ്ങളും നൽകിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗം എന്ന് പറഞ്ഞാൽ 4,30,000 വർഷമാണ്. അതിൽ 5126 വർഷം മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. അത് കൂടുതൽ വിശദീകരിക്കുമ്പോൾ കലിയുഗം 4,30,000 വർഷം, ദ്വാപരയുഗം 8,64,000 വർഷം ആയിരുന്നു, ത്രേതായുഗം 12,96,000 വർഷം ആയിരുന്നു എങ്കിൽ സത്യയുഗം 17,28,000 വർഷങ്ങളാണ്. അതായത് ആകെ ഒരു യുഗം, ഒരു മഹായുഗമെന്ന് പറഞ്ഞാൽ 43,20,000 വർഷമാണ് ഒരു ചതുർയുഗം. അങ്ങനെയുള്ള 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം. അതായത് 43,20,000 ഇൻറ്റു 71, അതായത് 30,67,20,000 മനുഷ്യവർഷമാണ് ഒരു മന്വന്തരം. ഇപ്പോൾ നടക്കുന്നത് 7ാമത്തെ മന്വന്തരമാണ്. അതായത് ഭൂമി ഉണ്ടായ ശേഷം എത്ര വർഷമായി എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു കാലഗണന ഭാരതത്തിലെ ആചാര്യ പരമ്പര നിർവഹിച്ചു നൽകിയിട്ടുണ്ട്. ആ കാലഗണനയുടെ തുടക്കം അത് സൂര്യനെ ബേസ് കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. ആ കാലഗണനയുടെ തുടക്കത്തെയാണ് യുഗാദി എന്ന അറിയപ്പെടുന്നത്. ആ യുഗാദി ദിനത്തിൽ അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞു. ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർജി എന്ന മനനീയ പ്രഥമ സർസംഘചാലക് രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ RSSൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ്. ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ മഹാപുരുഷൻ ലോകവന്ദ്യനായ ഒരു പ്രധാനമന്ത്രിയെ ഭാരതത്തിന് സൃഷ്ടിച്ചു നൽകി. 100 വർഷങ്ങൾക്ക് മുമ്പ്
1925 സെപ്റ്റംബർ 27 വിജയദശമി ദിവസം അദ്ദേഹം തുടങ്ങിവെച്ച ആ മഹാപ്രസ്ഥാനം ഏതാണ്ട് 100 വർഷത്തോടടുക്കുമ്പോൾ 90 വർഷമായപ്പോഴേക്കും ഈ ഭാരതത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി അത് മാറി. ഈ ഭാരതത്തെ നിലനിർത്തുന്ന, നിയന്ത്രിക്കുന്ന, ഭാരതത്തെ ലോകത്തിൻ്റെ മുന്നിൽ ലോകഗുരുവാക്കി മാറ്റി തീർക്കുന്ന ഒരു നിമിഷത്തിന് സാക്ഷീഭൂതനാകുന്ന ഒരു വ്യക്തിയെ, ഒരു വ്യക്തിയല്ല, അനേക വ്യക്തികളെ സൃഷ്ടിച്ചു. അതിൽ പ്രഥമ വ്യക്തി ഇപ്പോൾ ഭാരതത്തെ നയിക്കുന്നു. മാനനീയ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാഗപ്പൂരിലെത്തുന്നു. എവിടെയാണോ സംഘം തുടങ്ങിയത്, എവിടെയാണോ സർസംഘ് ചാലക്, പ്രഥമ സർസംഘ് ചാലക് അന്ത്യവിശ്രമം കൊള്ളുന്നത്, ആ പവിത്ര മണ്ണിലെത്തിയിരിക്കുന്നു. അതും ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ആ മഹാപ്രസ്ഥാനത്തിൻ്റെ മഹാകാര്യാലയത്തിലെത്തുന്നത്. ഇന്ന് മാനനീയ സർസംഘ് ചാലക്ജിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. നമ്മൾ സംഘം 100ലേക്ക് എത്താൻ പോകുന്നു. ഈ വിജയദശമി മുതൽ അടുത്ത വിജയദശമി വരെ 100ാം വർഷം ആഘോഷങ്ങൾ സംഘത്തിന് ഇല്ല. അതിലുപരി ആചാരങ്ങളാണ് സംഘത്തിനുള്ളത്, അനുഷ്ഠാനങ്ങളാണ് സംഘത്തിനുള്ളത്. സംഘമെന്നാൽ RSS എന്ന 3 അക്ഷരം വ്യക്തി നിർമ്മാണത്തിൻ്റെ ഒരു കേദാരഭൂമിയാണ്. അവിടെ വ്യക്തിത്വമല്ല നിർമ്മിക്കുന്ന, വ്യക്തിയെ നിർമ്മിക്കുന്നു. രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, സമാജത്തെ സ്നേഹിക്കുന്ന, ലോകത്തെ സ്നേഹിക്കുന്ന, സമസ്ത ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന, ഒരു ചരാചരത്തോടും വൈരം വെച്ച് പുലർത്താത്ത അങ്ങനെയുള്ള സജ്ജനങ്ങളെ സൃഷ്ടിക്കുന്ന വ്യക്തി നിർമ്മാണശാലയാണ് ശരിക്കും സംഘം. ആ മഹാ പ്രസ്ഥാനത്തിൻ്റെ 100ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ 100 വർഷങ്ങളിൽ ദേശീയ പുനർനിർമ്മാണ പ്രസ്ഥാനമെന്ന നിലയിൽ സംഘം അവഗണനയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ജിജ്ഞാസയിലേക്കും സ്വീകാര്യതയിലേക്കും സഞ്ചരിച്ചു. ആരെയും എതിർക്കുന്നതിൽ സംഘം വിശ്വസിക്കുന്നില്ല. സംഘത്തിൻ്റെ പ്രവർത്തനത്തെ എതിർക്കുന്ന ആരും ഒരു ദിവസം സംഘത്തോടൊപ്പം ചേരുമെന്ന് ഉറപ്പുണ്ട്. കാരണം സംഘത്തോടൊപ്പം ചേരുമ്പോഴേ സംഘം എന്താണെന്ന് മനസ്സിലാവും. അവിടെ ഇവിടെ ഇരുന്ന് വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം മുതൽ അക്രമാസക്തമായ സംഘർഷങ്ങൾ വരെയുള്ള അനേകം വെല്ലുവിളികളുമായി ലോകം വല്ലിടുമ്പോൾ അവയ്ക്ക് പരിഹാരം കാണാൻ ഭാരതത്തിൻ്റെ പുരാതനവും അനുഭവസമ്പന്നവുമായ വിജ്ഞാനം കരുത്തുറ്റതാണ് എന്ന് ലോകത്തിനു മുമ്പിൽ തെളിയിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. പരസ്പരം യുദ്ധം ചെയ്യുന്ന ഉക്രൈനോടും ഒപ്പം തന്നെ ആ യുദ്ധത്തിൻ്റെ എതിർചേരിയായ റഷ്യയോടും രണ്ടുപേരോടും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ യോഗ്യത നേടിയ ലോകത്തിലെ ഏക നേതാവ് നരേന്ദ്രമോദിയാണ്. അത് ഹമാസിനെ, പാലസ്തീനോടായാലും ഇസ്രായേലിനോടായാലും ഈ ലോകത്തിൻ്റെ സമാധാനം കാംക്ഷിക്കുന്ന ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തെ ലോകത്തിനു മുമ്പിൽ വിളമ്പുന്ന ആ സത്വത്തെ, ആ പരമമായ ഈശ്വരീയതയെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയും ഒപ്പം ഭാരതവും ഒപ്പം പ്രധാനമന്ത്രിയും മാറുന്നു. ഈ കാലഘട്ടം എന്നും ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടമാണ്. ആ സുവർണ കാലഘട്ടമായി രേഖപ്പെടുത്തുകയും ചെയ്യും. കാരണം ഭാരതത്തെക്കുറിച്ച് നമുക്കറിയാം. ഏതൊരു സമയത്താണോ സനാതന സംസ്കാരത്തിന് മൂല്യച്യുതി ഉണ്ടാകുന്നത്, ആ സമയത്ത് ഭഗവാൻ അവതരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂനാം, സാധുജനങ്ങളെ പരിത്രാണനം ചെയ്യാനും, വിനാശായ ചതുഷ്കൃതാം, ചതുഷ്കൃതങ്ങളെ ഇല്ലായ്മ ചെയ്യാനും, പിന്നെ ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ. ഭാരതം ലോകം നിലകൊള്ളുന്നത് ധർമ്മത്തിലാണ്. ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും ഞാൻ അവതരിക്കും. അങ്ങനെ അവതരിച്ച 22 അവതാരങ്ങൾ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചു. ശ്രീബുദ്ധനും കൽക്കിയും വരെയുള്ള. അതിനുശേഷം വീണ്ടും ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞു, നമ്മൾ കണ്ടു, ഇല്ലേ? അയ്യപ്പനായും ശങ്കരാചാര്യസ്വാമിയായും ശ്രീനാരായണ ഗുരുദേവനായും ചട്ടമ്പി സ്വാമികളായും മഹാത്മാ അയ്യങ്കാളിയായും അങ്ങനെ അനേക അവതാരങ്ങൾക്ക് സാക്ഷിഭൂതരായി ചിന്മയാനന്ദ സ്വാമിയായും സത്യാനന്ദ സരസ്വതികളായും അമ്മയായും ആ മാതൃത്വത്തെ ഉൾക്കൊള്ളുന്ന രൂപമായ അമ്മയായും ലോകത്തെ മുഴുവൻ ഒന്നിച്ചു കോർത്തിണക്കിക്കൊണ്ട് ഒരേ ശബ്ദത്തിൽ രാമമന്ത്രം ചൊല്ലിക്കുന്ന അവസ്ഥാഭേദത്തിലേക്ക് എത്തുന്നു കാലം.
അതാണ് സനാതനധർമ്മം പ്രതീക്ഷിക്കുന്നതും. നമ്മെ ഓരോരുത്തരെയും സനാതനധർമ്മം പഠിപ്പിച്ചതും എന്താണ്? സർവഭൂതാനാം ഹിതേ, സർവ ചരാചരങ്ങൾക്കും ഹിതമായി പ്രവർത്തിക്കാൻ പഠിപ്പിച്ചു. നവൈരം സർവഭൂതാനാം, ഒരു ജീവിയോടും വൈരം പാടില്ല എന്ന് പഠിപ്പിച്ചു. നമ്മുടെ ഇടയിലേക്ക് വൈരം കുത്തിവെക്കുന്ന അനേക സംഭവ വികാസങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സനാതനധർമ്മത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ തകർത്തെറിയുന്ന രീതിയിൽ പല ഭരണാധികാരികളും ഭാരതത്തിനുള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല കലാകാരന്മാരും പല എഴുത്തുകാരും. എന്നിട്ടും ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക്, ലോകത്തെ നയിക്കുന്ന, ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയരുന്നത് മഹത്തായ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തിൻ്റെ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഉഗാദി. എല്ലാ സജ്ജനങ്ങൾക്കും ഈ ദിവസം സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ ശ്രീറാം, ജയ ശ്രീറാം, ജയ ശ്രീകൃഷ്ണ, ഹര ഹര മഹാദേവ്.